മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ ഗലാത്യ 1-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗലാത്യക്കാർക്ക് പൗലോസ് ശ്ലീഹ ആശംസിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ സമാധാനം, ബി കൃപ, സി കൃപയും സമാധാനവും. ഉത്തരം സി കൃപയും സമാധാനവും. രണ്ടാമത്തെ ചോദ്യം: ഗലാത്യയിലെ സഭകൾക്ക് ലേഖനം എഴുതുന്നത് ആരെല്ലാം? ഓപ്ഷൻസ്: എ പൗലോസ്, ബി പൗലോസും തന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും, സി യോഹന്നാൻ. ഉത്തരം ബി പൗലോസും തന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും. മൂന്നാമത്തെ ചോദ്യം: ഗലാത്യ 1-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: എ മറ്റൊരു സുവിശേഷമില്ല, ബി അഭിവാദനം, സി പൗലോസിന് അംഗീകാരം. ഉത്തരം ബി അഭിവാദനം. നാലാമത്തെ ചോദ്യം: അവൻ തന്നെ ബലിയർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ, ബി പാപികളെ രക്ഷിക്കാൻ, സി എഴുതപ്പെട്ടവ നിറവേറാൻ. ഉത്തരം ഓപ്ഷൻ എ തിന്മ നിറഞ്ഞ യുഗത്തിൽ നിന്ന് നന്മയെ രക്ഷിക്കാൻ. അഞ്ചാമത്തെ ചോദ്യം: ആർക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ യേശുവിന്, ബി ദൈവത്തിന്, സി ക്രിസ്തുവിന്. ഉത്തരം ബി ദൈവത്തിന്. ആറാമത്തെ ചോദ്യം: ഗലാത്യ 1:8 സമാനമായ മറ്റൊരു ലേഖന ഭാഗം ഏത്? ഓപ്ഷൻസ്: എ 2 കോറിന്തോസ് 11:4, ബി 1 കോറിന്തോസ് 11:4, സി 2 കോറിന്തോസ് 10:4. ഉത്തരം എ 2 കോറിന്തോസ് 11:4. ഏഴാമത്തെ ചോദ്യം: ആര് ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: എ വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ, ബി വ്യാജ പ്രവാചകന്മാർ, സി തിന്മ പ്രവർത്തിക്കുന്നവൻ. ഉത്തരം എ വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ. എട്ടാമത്തെ ചോദ്യം: അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ഏതെല്ലാം വാക്യങ്ങളിൽ പറയുന്നു? ഓപ്ഷൻസ്: എ ഗലാത്യ 1:7, 1:9, ബി ഗലാത്യ 1:8, 1:7, സി ഗലാത്യ 1:8, 1:9. ഉത്തരം സി ഗലാത്യ 1:8, 1:9. ഒൻപതാമത്തെ ചോദ്യം: ഗലാത്യ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 24, ബി 23, സി 25. ഉത്തരം എ 24. പത്താമത്തെ ചോദ്യം: അത്യന്തം തീഷ്ണമതിയായിരിക്കുന്നത് ആരുടെ പാരമ്പര്യങ്ങളിൽ? ഓപ്ഷൻസ്: എ പൂർവികരുടെ, ബി പിതാക്കന്മാരുടെ, സി യഹൂദരുടെ. ഉത്തരം ബി പിതാക്കന്മാരുടെ. 11ാമത്തെ ചോദ്യം: താൻ പ്രസംഗിച്ച സുവിശേഷം എന്തല്ല എന്നാണ് ശ്ലീഹ അറിയിക്കുന്നത്? ഓപ്ഷൻസ്: എ മാനുഷികമല്ല, ബി ദൈവികമല്ല, സി വെളിപാട്. ഉത്തരം എ മാനുഷികമല്ല. 12ാമത്തെ ചോദ്യം: മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ ദൈവം വിളിച്ചത് എങ്ങനെ? ഓപ്ഷൻസ്: എ വിശ്വാസം വഴി, ബി തൻ്റെ കൃപയാൽ, സി വിശ്വാസം വഴി കൃപയാൽ. ഉത്തരം ബി തൻ്റെ കൃപയാൽ. 13ാമത്തെ ചോദ്യം: ഞാൻ ഒരു മനുഷ്യൻ്റെയും ഡാഷ് തേടാൻ നിന്നില്ല. ഓപ്ഷൻസ്: എ ഉപദേശം, ബി അനുസരണം, സി പ്രസംഗം. ഉത്തരം എ ഉപദേശം. 14ാമത്തെ ചോദ്യം: കേപ്പായോടൊത്ത് പൗലോസ് എത്ര കാലം താമസിച്ചു? ഓപ്ഷൻസ്: എ 10 ദിവസം, ബി 15 ദിവസം, സി 14 ദിവസം. ഉത്തരം ബി 15 ദിവസം. 15ാമത്തെ ചോദ്യം: കേപ്പായെ കാണാൻ ശ്ലീഹ ജെറുസലേമിലേക്ക് പോയത് എപ്പോൾ? ഓപ്ഷൻസ്: എ 2 വർഷത്തിന് ശേഷം, ബി 1 വർഷത്തിന് ശേഷം, സി 3 വർഷത്തിന് ശേഷം. ഉത്തരം സി 3 വർഷത്തിന് ശേഷം. 16ാമത്തെ ചോദ്യം: ജെറുസലേമിൽ പൗലോസ് കണ്ട കർത്താവിൻ്റെ സഹോദരൻ ആര്? ഓപ്ഷൻസ്: എ യാക്കോബ്, ബി യോഹന്നാൻ, സി അന്ത്രയോസ്. ഉത്തരം എ യാക്കോബ്. 17ാമത്തെ ചോദ്യം: ഗലാത്യ 1:15 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ ഏലിയ 42:1, ബി ഏശയ്യ 49:1, സി ജെറമിയ 1:15. ഉത്തരം ബി ഏശയ്യ 49:1. 18ാമത്തെ ചോദ്യം: ജെറുസലേമിലേക്ക് പോകാതെ പൗലോസ് ശ്ലീഹ പോയത് എവിടെ? ഉത്തരം ഓപ്ഷൻസ്: എ അറേബ്യയിലേക്ക്,
ബി ജെറുസലേമിലേക്ക്, സി അന്ത്യോക്യയിലേക്ക്. ഉത്തരം എ അറേബ്യയിലേക്ക്. 19-ാമത്തെ ചോദ്യം, പൗലോസിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: എ ജെറുസലേമിലുള്ള ദൈവത്തിന്റെ സഭകൾ, ബി യൂദയായിലുള്ള ദൈവത്തിന്റെ സഭകൾ, സി ദമാസ്കസിലെ ദൈവത്തിന്റെ സഭകൾ. ഉത്തരം ബി യൂദയായിലുള്ള ദൈവത്തിന്റെ സഭകൾ. 20-ാമത്തെ ചോദ്യം, ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചവർ എന്ന് യൂദയായിലുള്ളവർ പറഞ്ഞത് ആരെപ്പറ്റി? ഉത്തരം എ യാക്കോബിനെ പറ്റി, ബി യഹൂദരെ പറ്റി, സി പൗലോസിനെ പറ്റി. ഉത്തരം സി പൗലോസിനെ പറ്റി. 21-ാമത്തെ ചോദ്യം, ഗലാത്യ 1-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 2, ബി 4, സി 3. ഉത്തരം സി 3. 22-ാമത്തെ ചോദ്യം, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ആരുടെ ദാസനാകാൻ കഴിയുകയില്ല? ഓപ്ഷൻസ്: എ ക്രിസ്തുവിന്റെ, ബി പൗലോസിന്റെ, സി പത്രോസിന്റെ. ഉത്തരം എ ക്രിസ്തുവിന്റെ. 23-ാമത്തെ ചോദ്യം, ഗലാത്യ 1:11 പൗലോസ് ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: എ സ്നേഹിതരെ, ബി മക്കളെ, സി സഹോദരരെ. ഉത്തരം സി സഹോദരരെ. 24-ാമത്തെ ചോദ്യം, ഗലാത്യ 1:10 പൗലോസ് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ 2, ബി 3, സി 4. ഉത്തരം ബി 3. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൗലോസും സഹോദരരും ആർക്കാണ് ലേഖനം എഴുതിയത്? ഓപ്ഷൻസ്: എ ഗലാത്യയിലെ സഭകൾക്ക്, ബി എഫേസൂസിലെ സഭകൾക്ക്, സി റോമായിലെ സഭകൾക്ക്. ഉത്തരം എ ഗലാത്യയിലെ സഭകൾക്ക്. താങ്ക് യു.